ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഓവർ ബ്രിഡ്ജിൻ്റെ ഈ ഭാഗത്തു കൂടിയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെയും ഇവിടെ തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണ്. രണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലും ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇവരെ നിയന്ത്രിക്കുന്നതിനായും പോലീസ് ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നത് തന്നെയാണ്. നിരവധി പ്രവർത്തകർ ഇപ്പോഴും കനത്ത സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഏറെ ആവേശമാണ് ഓരോരുത്തരും പങ്കുവെക്കുന്നത്. പ്രധാനമന്ത്രി എത്തുന്നത് കാണുന്നതിനായി എത്തിയിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെയും തന്നെ. പ്രധാനമന്ത്രി ആദ്യമായാണോ കാണുന്നത്? എത്രത്തോളം ആവേശമുണ്ട്? വിഴിഞ്ഞത്ത് വെച്ച് കണ്ടു, എന്നാലും ഇപ്പം ആവേശം തന്നെ. എത്ര കണ്ടാലും മതി വരില്ല. നമ്മുടെ ദൈവമാണ്, നമുക്ക് ദൈവമാണ്. അങ്ങനെ ഒരുപാട് ആവേശമാണ്. എത്ര കണ്ടാലും മതി വരില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ന് ഇവിടെ വരേണ്ടത്. എന്തായിരുന്നാലും ഇതുകൊണ്ട് നമ്മുടെ ഒരു കേരള രാഷ്ട്രീയത്തിന് മൊത്തം ഒരു മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇതുതന്നെയാണ് പാർട്ടിയും ഇതേ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച അതിനു ശേഷം പ്രധാനമന്ത്രി 45 ദിവസത്തിന് ഉള്ളിൽ പ്രധാനമന്ത്രിയെ തലസ്ഥാനത്തേക്ക് എത്തിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന അധ്യക്ഷനടക്കം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എന്താണോ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പിന്തുണയോടുകൂടി നടപ്പാക്കുക. ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് ഈ ഒരു അവസരം ജനങ്ങൾ, അനന്തപുരിയിലെ ജനങ്ങൾ നൽകിയ ഈ അവസരം ശരിയായ നിലയിൽ എങ്ങനെയാണ് ഭരിക്കേണ്ടത്? കഴിഞ്ഞ 5 വർഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കണ്ടു ഒരു ദുർഭരണം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ ഒരു സൽഭരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞങ്ങൾ 5 വർഷം കൊണ്ട് ഉറപ്പാക്കും. കേരളത്തിന് തന്നെ ഇതൊരു മാതൃകയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മിഷൻ കേരളയാണ്. കാരണം ഇരു മുന്നണികൾക്കും എതിരായിട്ടുള്ള ശക്തമായ ജനവികാരം സംസ്ഥാനത്തുണ്ട്. BJP ആണെങ്കിൽ വലിയ പ്രതീക്ഷ, ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. ഇപ്പോൾ ധാരാളം ആളുകൾ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, മുന്നണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ നല്ല ഉത്തരവാദിത്വത്തോടെ, വിനയത്തോടെ കൂടുതൽ ജനങ്ങളിലേക്ക് സമീപിച്ച് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന, ഒരു മൂന്നാം ബദൽ ആഗ്രഹിക്കുന്നവരുടെ പ്രതീക്ഷകളെല്ലാം തന്നെ പൂവണിയിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളാണ്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന ഭാരവാഹികളുടെ യോഗത്തിലും കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെയും ചർച്ച ചെയ്തത്. കേരളത്തെ എല്ലാവരും ഉറ്റുനോക്കുന്നു. കേരളത്തിലുണ്ടാകുന്ന വിജയം രാജ്യമാസകലം ജനങ്ങൾ ഉറ്റുനോക്കുകയാണ്. ആ പ്രതീക്ഷ ഞങ്ങൾ പുലർത്തുമെന്നുള്ളത് തന്നെയാണ്. അതെല്ലാം വരും ദിവസങ്ങളിൽ നമുക്കറിയാം. കേരളത്തിൽ കൂടുതൽ ജനങ്ങൾ, ജനപിന്തുണയുള്ളവർ BJP യിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.